നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരെ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വെടിപ്പായിട്ട് കാണും. ഈ വാക്യങ്ങൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിനെ കുറിച്ചാണ്. 5-ാം വാക്യത്തിൽ പറയുന്നത് ഇത് കപടഭക്തിക്കാരെ കുറിച്ചാണെന്നാണ്. നേതാക്കളായ കപടഭക്തിക്കാർ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കഷ്ടനഷ്ടങ്ങളോ സംഭവിച്ചാൽ അവ അവരുടെ തെറ്റുകൊണ്ടാണെന്ന് വിധിക്കുകയും അവരുടെ തെറ്റുകളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവരായിരുന്നു. യോബിനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ യോബിന്റെ രഹസ്യ പാപം എന്തോ അതുകൊണ്ടാണ് എന്നായിരുന്നു തന്നെ വന്നു കണ്ട തന്റെ സ്നേഹിതന്മാർക്ക് പറയാനുണ്ടായിരുന്നത്. അവർ വിധിക്കുകയായിരുന്നു. ഈ കാലത്തും പട്ടിണിയും രോഗവും അപകടവും സാമ്പത്തിക ബുദ്ധിമുട്ടും വീടില്ലായ്മയും ഒക്കെ ഉള്ള വിശ്വാസികളെ കുറിച്ച് ചില ആത്മീയ നേതാക്കൾ പറയുന്നത് അത് ജന്മ, അതായത് പിതാക്കന്മാരുടെ ശാപമാണ്, അതുകൊണ്ട് ആ ശാപം മുറിക്കണം എന്നാണ്. അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തോ രഹസ്യഭാവമുണ്ട് അതുകൊണ്ടാണ് എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, എങ്ങനെയല്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ടാകും എന്ന് യേശു പറഞ്ഞു. യോബിനുണ്ടായ കഷ്ടങ്ങൾ യോബിന്റെ ഒരു പാപം കൊണ്ടും ആയിരുന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ തെറ്റുകൾ കൊണ്ട് മാത്രമല്ല, ഒരു പരീക്ഷ എന്നുള്ള നിലയിലും ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വിധിക്കാൻ പാടില്ല. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ദൈവരാജ്യ പ്രജകളായ രക്ഷിക്കപ്പെട്ടവർ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പരിശോധിക്കാൻ ശ്രമിക്കാതെ സ്വന്തം കുറവുകളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ വലിയ കുറ്റി തറച്ചിരിക്കുകയാണെന്നും മറ്റുള്ളവരുടെ കണ്ണിൽ കരട് മാത്രമാണ് ഉള്ളതെന്നും നമുക്ക് ബോധ്യമാകും. ആത്മാവിൽ ദരിദ്രർ ആയവരെന്നും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരെന്നും കരയുന്നവരെന്നും യേശു മുൻ പറഞ്ഞവ ഇവിടെ പ്രസക്തമാണ്. വിശ്വാസി എന്നും സ്വയം വിമർശനത്തിന് തയ്യാറാകണം, തന്നെത്താൻ ശോധന ചെയ്യണം എന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 11 എഴുതിയിരിക്കുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ 13:7 നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്നും എഴുതി. അവ യേശു പറഞ്ഞതിനോട് ഒക്കുന്നു. സഭയിലെ മറ്റുള്ളവരുടെ തെറ്റുകളെ തേടി നടന്ന് അവരെ കുറ്റം വിധിക്കാൻ ശ്രമിക്കുന്നവർ യേശു പറഞ്ഞനുസരിച്ച് സൗമ്യത ഉള്ളവരോ സമാധാനം ഉണ്ടാക്കുന്നവരോ അല്ല. സ്വന്തം തെറ്റുകളെ കണ്ടെത്തി ശുദ്ധീകരണം നേടാൻ മനസ്സുവയ്ക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടെത്താൻ നിരീക്ഷണം നടത്താതിരിക്കുകയും വേണം. മറ്റുള്ളവരുടെ ഭാഗത്ത് രഹസ്യമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിന് അവരോട് ഇടപെടാൻ, അവരെ അത് ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്ന സ്വഭാവം ഏദൻ തോട്ടം മുതൽ മനുഷ്യനുണ്ട്. ആദാം പറഞ്ഞു, നീ എന്നോട് കൂടി ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു. ഹവ്വ പറഞ്ഞു, പാമ്പനെ ചതിച്ചു. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ആദമും ഹവ്വയും തയ്യാറായില്ല. അത് തുടരുകയാണ്. അത് മനുഷ്യ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, ഞാൻ പോരാത്തവനാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് മാനമാണ്, അത് അനുഗ്രഹമാണ്, അത് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അതിനാൽ ആളുകളും നമ്മളെ തീർച്ചയായിട്ടും ആദരിക്കും. യേശുവിലൂടെ ആത്മരക്ഷ നേടിയവർ സ്വയം നീതീകരിക്കാൻ ഓരോ നാളും ശ്രമിക്കാതെ സ്വയം നവീകരിക്കാൻ തയ്യാറാകണം. കർത്താവിൻ്റെ ആ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മളാകാൻ ശ്രമിക്കണം. കർത്താവിനെ പോലെ നടപ്പിലും നോട്ടത്തിലും ചിന്തയിലും അവനെ പോലെ ആകാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.